Hey, hello, welcome back to another video. The all new 2024 Duke 200 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഈ ഒരു മോഡൽ നോക്കുമ്പോൾ കുറേയേറെ മാറ്റങ്ങൾ പ്രീവിയസ് മോഡലും അയച്ച് KTM ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി 390നെയാണ് അവർ ഈ ഒരു മോഡൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 390ൽ കണ്ടുവന്നിട്ടുള്ള കുറേയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടും ഈ ഒരു മോഡലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി 390നെയാണ് അവർ വാർത്തെടുക്കാൻ നോക്കുന്നതെന്ന് നമുക്കറിയാം. എനിവേ ഇന്ന് നമ്മൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽ വാക്ക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിച്ചിട്ട് വേണ്ടായിട്ട് വീട്ടിലോട്ട് പോയാലോ. ഫസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് മോഡൽ വെച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ആ ടാങ്ക് പോർഷനിലായിട്ട് 200ൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. റയർ പോർഷനിൽ നമുക്ക് LED ടൈലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED തന്നെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു TFT ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ. ആ ഒരു 390 തേർഡ് ജനറലിലേക്കും കണ്ടുവന്നിട്ടുള്ള ഒരു സിമിലിയർ ആയിട്ടുള്ള ഒരു TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയും ലെഫ്റ്റ് ഹാൻഡിൽ ബാർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതും ആ ഒരു 390യോട് സിമിലർ ആയിട്ട് രീതിയിലുള്ള ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ ഒരു കുട്ടി 390 ഫീച്ചർ ഈ ഒരു 200ലോട്ട് നൽകിക്കുകയാണ്. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് സൂപ്പർ മോട്ടോ ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്യൂറേജ് കാര്യങ്ങൾ കാണിക്കും, ഡിസ്റ്റൻസ് ടു MT കാര്യങ്ങൾ കാണിക്കും. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടിയാണ് ഈ ഒരു TFT ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാവിഗേഷൻ കാര്യങ്ങളും കോളറിറ്റി കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്റർ കൺസോളിൽ കാണിക്കുന്നതായിരിക്കും. സോ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഈസി ടു കൺട്രോളിംഗ് ആണ് നമുക്ക് ആ ഒരു കൺട്രോൾ പാനൽസ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു TFT ഡിസ്പ്ലേ ആണ് മെയിനായിട്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളായിട്ടാണ് KTM ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആ കൺട്രോൾ സ്വിച്ചസിൻ്റെ തൊട്ട് മോഡലായിട്ട് നമുക്ക് ഹസാർഡ് സ്വിച്ച്, ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ, ഹോണ്, റൈറ്റ് സൈഡിൽ എൻജിൻ സ്വിച്ച്, പിന്നെ ഇഗ്നിഷൻ, ഇത്ര സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇനി സസ്പെൻഷൻ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു WP എപ്പക്സിൻ്റെ USB സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ പോർഷനിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 mm ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ നമുക്ക് 110ൻ്റെ ഒരു ടയർ സൈസ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ 199cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. സോ പെർഫോമൻസിൽ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 25 PHP ആയിട്ട് മാക്സിമം പവർ ഔട്ട്പുട്ടും 19.5 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ റയർ സസ്പെൻഷൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രീ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോഷൻ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ വെയിറ്റ് വരുന്നത് 159 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് മോഡൽ വെച്ച് യാതൊരു ചേഞ്ചും ഇല്ല, സെയിം തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അതൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അണ്ടർബില്ല് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ എന്നുള്ളതാണ് മെയിനായിട്ടൊരു ചേഞ്ച്. പിന്നെ എക്സോസ്റ്റ് കാര്യങ്ങളാണെങ്കിൽ അണ്ടർബില്ല് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ സീറ്റി മോഷൻ കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ചുകൂടിയും സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് സീറ്റി പോർഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള സീറ്റി പോർഷൻ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടാങ്ക് കപ്പാസിറ്റിയോട് നോക്കുകയാണെങ്കിൽ 13.4 ലിറ്ററാണ് അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ വരുന്നത്. സോ ഈ ഒരു മോഡൽ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1.98 ലാക്കാണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് പ്രീവിയസ് മോഡലിൽ വെച്ചുള്ള ചേഞ്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് പ്രീവിയസ് ഡ്യൂക്ക് 200 വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2024 ഡ്യൂക്ക് 200 വന്നിട്ടുള്ള ചേഞ്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ആ ഒരു TFT ഡിസ്പ്ലേ ആണ് എടുത്തു പറയാനുള്ളൊരു ചേഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ ബൈ.